കടമ്പാട്ടുകോണത്താണ് ഇപ്പോൾ വിജയകുമാർ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, തിരുവനന്തപുരം ജില്ല പിന്നിടാൻ ഇനി കടമ്പാട്ടുകോണം മാത്രമാണ് ബാക്കിയുള്ളത്. അവിടത്തേക്ക് വിലാപയാത്ര എത്തുമ്പോൾ എന്താണ് അവിടുത്തെ പ്രവർത്തകർക്ക് പറയാനുള്ളത്? 10 മണിക്കൂർ പിന്നിടുന്നു ഈ വിലാപയാത്ര തിരുവനന്തപുരത്തും തുടങ്ങിയിട്ട് എന്നുള്ളതും. അവിടെ മഴയുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ആ മഴയത്തും ചോരാത്ത മുദ്രാവാക്യം വിളികൾ ഇവിടെ ഉയർന്ന് കേൾക്കുന്നുണ്ടല്ലോ വിജയകുമാർ. പ്രജിൻ, ഇത്രയും സമയം ഏതാണ്ട് കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഇപ്പോഴും ചെറിയൊരു മഴ ഇവിടെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പ്രജിൻ പറഞ്ഞതുപോലെ കടമ്പാട്ടുകോണമാണ്. കടമ്പാട്ടുകോണം എന്നത് നമ്മൾ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയാണ്. ഇനി കടമ്പാട്ടുകോണം കഴിഞ്ഞാൽ പാരിപ്പള്ളിയാണ്, കൊല്ലം ജില്ലയിലേക്ക് കടക്കും. ഇനി കടമ്പാട്ടുകോണത്തേക്ക് വന്നാൽ ഇവിടെ നമ്മൾ വന്നിട്ടിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഈ രാത്രി 12 മണി സമയത്ത് നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണുന്നത്. കൊച്ചുകുട്ടികളടക്കം, വീട്ടമ്മമാരടക്കം, പ്രായമായവരടക്കം ഇങ്ങനെ ഇവിടേക്ക് വന്ന് VS-നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 12, അതായത് 2:15, കൃത്യമായി പറഞ്ഞാൽ 2:15, ഇന്ന് ഉച്ചയ്ക്ക് 2:15 സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് VS-ന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങിയത്. 10 മണിക്കൂർ പിന്നിടുകയാണ് വിലാപയാത്ര തുടങ്ങിയിട്ട്. അതായത് 10 മണിക്കൂർ പിന്നിടുമ്പോൾ, വിലാപയാത്ര 10 മണിക്കൂർ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജില്ല പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഇനി കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കൂടി ബാക്കിയുണ്ട്. അതായത് 10 മണിക്കൂർ കഴിയുമ്പോഴും തിരുവനന്തപുരം ജില്ല കടക്കുന്നതേ ഉള്ളൂ. ബാക്കി 2 ജില്ലകൾ ഇനിയും അവിടെ ബാക്കിയുണ്ട് എന്നോർക്കണം. അപ്പോൾ ഈ വിലാപയാത്ര എന്നത് അങ്ങനെ അനുസ്യൂതം തുടരുന്ന ഒരു മനുഷ്യ മഹാസാഗര പ്രവാഹമായി മാറുന്നു എന്നതാണ് നമ്മൾ ഈ 10 മണിക്കൂർ കാഴ്ചയിൽ കണ്ടത്. ഇപ്പോൾ കടമ്പാട്ടുകോണത്തേക്ക് അവിടെ പ്രവർത്തകരുടെ ഒരു വലിയ നീണ്ട നിര രൂപപ്പെട്ടിട്ടുണ്ട്. മഴ കാരണം പല സ്ഥലത്തേക്ക് മാറിയ പ്രവർത്തകർ VS-നെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇതാ ഇവിടേക്ക് ഈ പ്രധാനപ്പെട്ട നിരത്തിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. PS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരുവനന്തപുരം ജില്ല എന്നത് വളരെ നിർണായകമാണ്. തിരുവനന്തപുരം ജില്ല അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്ത് തിരുവനന്തപുരമായിരുന്നു പ്രധാനപ്പെട്ട തട്ടകം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി, ഇടതുമുന്നണിയുടെ കൺവീനറായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലും തിരുവനന്തപുരമായിരുന്നു പ്രധാനപ്പെട്ട തട്ടകം. അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ VS-ന്റെ പ്രധാന തട്ടകമായിരുന്ന തിരുവനന്തപുരം ജില്ലയോട് VS അച്യുതാനന്ദൻ വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിന് ഏറെ വൈകാരിക അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെയൊക്കെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS അച്യുതാനന്ദൻ ഇതാ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തോട് വിട ചൊല്ലുകയാണ്. കൊല്ലത്തേക്ക് ആ വിലാപയാത്ര കടക്കുകയാണ്. ആ വിലാപയാത്ര കൊല്ലത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പാരിപ്പള്ളി മുതൽ VS-നെ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ പാരിപ്പള്ളി തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആലപ്പുഴയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഈ രാത്രി വൈകിയും VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരെ കൊണ്ട് ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നിറയുകയാണ്. നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 27 കേന്ദ്രങ്ങളല്ല, അതിലൊക്കെ എത്രയോ കേന്ദ്രങ്ങളിൽ VS-ന് അവസാനമായി കാണാൻ വേണ്ടി പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇതാ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനം, ആ ബസ് അടുത്തേക്ക് നീങ്ങുന്നതിനനുസരിച്ച് പ്രവർത്തകരുടെ സ്നേഹവായ്പ കലർന്ന അവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് VS അച്യുതാനന്ദൻ എന്ന സമര പോരാളി അന്ത്യയാത്രയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. വലിയ സ്നേഹാദരങ്ങളോടെ VS-ന് വിട നൽകുകയാണ് ഈ കടമ്പാട്ടുകോണത്തും പ്രവർത്തകർ. അവരുടെ സ്നേഹവായ്പിന്റെ ഊഷ്മളത അറിഞ്ഞാണ് VS അച്യുതാനന്ദൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം ജില്ല വിട്ട് കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ല എന്നത് VS-നെ സംബന്ധിച്ച് എല്ലാ തരത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പാർലമെന്ററി രംഗത്ത് VS അച്യുതാനന്ദൻ പ്രവർത്തിക്കുന്ന കാലം മുഴുവൻ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചത്. പിന്നീട് അദ്ദേഹം സംഘടനാ പ്രവർത്തനം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതിനുശേഷം അദ്ദേഹം അതിനു മുമ്പ് ഇടതുമുന്നണിയുടെ കൺവീനർ ആയിരുന്ന സമയത്തുമൊക്കെ തിരുവനന്തപുരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം. ആ തിരുവനന്തപുരം എന്ന ആ നാട്, ആ ജില്ല VS-ന് നൽകുന്നത് അങ്ങേയറ്റം സ്നേഹവായ്പോടെയുള്ള വിടചൊല്ലലാണ്. ഒരു സമര പോരാളി അർഹിക്കുന്ന വിടചൊല്ലൽ. ആ ഒരു നഗരം, ഒരു മഹാനഗരം, ഒരു ജില്ല VS-ന്
നൽകുന്നു എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലെ നിർണായകമായ നാഴികക്കല്ലുകൾ പലതും പിന്നിട്ടത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു അല്ലെങ്കിൽ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ, ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏറെ ഒരുപക്ഷെ വൈകാരികമായി തോന്നിയത് കേരള നിയമസഭ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് മുന്നിലൂടെ PS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വന്നപ്പോൾ നിയമസഭയിലെ ജീവനക്കാരൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ പുറത്തേക്ക് വന്നാണ്. ആ സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, പ്രജിൻ, PS അച്യുതാനന്ദന്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ, സഭാതലത്തെ അദ്ദേഹം ഒരു പോരാട്ട വേദിയാക്കി മാറ്റിയതിന്റെ എത്രയോ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ നിയമസഭയുടെ മുന്നിലൂടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വന്നപ്പോൾ നമ്മളത് ഓർക്കുകയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് PS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ അന്ന് ധനമന്ത്രി KM മാണി ബാർക്കോഴ കേസിൽപ്പെട്ട് അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് VSന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. ആ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. അന്ന് പ്രതിപക്ഷ പാർട്ടികള് പ്രതിപക്ഷം ഒന്നാകെ അവിടെ നിയമസഭയിൽ ഒരു രാത്രി മുഴുവൻ ക്യാമ്പ് ചെയ്തു. അന്ന് രാവിലെ നമ്മൾ മാധ്യമപ്രവർത്തകർ, ഞാൻ അന്നവിടെ ഒരു തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയം, അന്ന് രാവിലെ നമ്മളൊക്കെ നിയമസഭയിലാണ് അന്ന് ഉറങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. മീഡിയ റൂമിലാണ് ഉറങ്ങിയത്. PS അച്യുതാനന്ദൻ പ്രതിപക്ഷ ആകെ ഉറങ്ങിയത് അവിടെ സഭാതലത്തിൽ, സഭയുടെ അസംബ്ലി ഹാളിലായിരുന്നു. അവിടേക്ക് VSന് ഒരു കട്ടില് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൊണ്ടുകൊടുത്തു. അദ്ദേഹം ആ കട്ടിൽ കിടങ്ങി ഉറങ്ങി. രാവിലെ നമ്മൾ നോക്കുമ്പോൾ VS നിയമസഭയ്ക്ക് ചുറ്റും അദ്ദേഹത്തിന്റെ പതിവ് പ്രഭാത നടത്തം നിയമസഭയ്ക്ക് ചുറ്റും നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പതിവ് വസ്ത്രമൊക്കെ ധരിച്ചൊരു കൈലിമുണ്ടും ഒരു ബനീനും ഒക്കെ ധരിച്ച് നിയമസഭയ്ക്ക് ചുറ്റും അദ്ദേഹത്തിന്റെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നിയമസഭയെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സമര പോരാട്ടത്തിന്റെ കേന്ദ്രമാക്കി എത്രയോ അനുഭവങ്ങൾ, സമുജ്വലമായ പ്രസംഗങ്ങൾ നിയമസഭയിൽ നടത്തി ഭരണപക്ഷത്തെ നിർത്തിപ്പൊരിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലൂടെ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളുടെയൊക്കെ മനസ്സിലൂടെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ പോരാട്ടത്തിന്റെ വലിയ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതാ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് VS വിടവാങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ല അദ്ദേഹത്തിന് വിട നൽകുകയാണ്. കടമ്പാട്ടുകോണം കടന്ന് ഇതാ ആ വിലാപയാത്ര ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് കടക്കുന്നു. വിജയകുമാർ പറഞ്ഞതുപോലെ വെറുതെയല്ല നമ്മൾ VS അച്യുതാനന്ദനെ സമരനായകൻ അല്ലെങ്കിൽ വിപ്ലവ സൂര്യൻ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം സമരോജ്വലമായിരുന്നു, സമരത്തിലായിരുന്നു എന്നും VS എന്ന് പറയാം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സമരങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ, നിയമലംഘനങ്ങൾക്കെതിരായ സമരങ്ങൾ, അങ്ങനെ എന്നും സമരത്തിനൊപ്പമായിരുന്നു VSന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയാതെ വയ്യ. അത് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ അത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോയൊരു നേതാവ്. അത് ഈ രീതിയിൽ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നത് സ്വാഭാവികമായുമുള്ള സംശയമാണ്. അങ്ങനെ ഇല്ല എന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ 92 മുതൽ 96 വരെ, അതോടൊപ്പം 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ, ഇങ്ങനെ 3 ടേമുകളായി പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. കേരളത്തിന്റെ ആ സമയങ്ങളിലെല്ലാം തന്നെ സഭയ്ക്കകത്ത് എടുത്ത നിലപാടുകൾ, പ്രസംഗങ്ങൾ അതെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. അതൊക്കെ തന്നെ വരും തലമുറകൾക്ക് പാഠങ്ങളാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അടുത്ത ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ വിലാപയാത്രയാണ്. അവിടെ ഇപ്പോൾ അടുത്ത പാരിപ്പള്ളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ് ഈ വാഹനമുള്ളതെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം നമുക്ക് മഴയില്ലാത്ത കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ കൊടുംമഴ, വലിയ മഴ തന്നെയാണ് ഉള്ളത്. ആ കൂരിച്ചൊരിയുന്ന മഴയത്തും ആ വാഹനത്തിനൊപ്പം നടന്നു നീങ്ങുന്ന, ഓടുന്ന കുറേയധികം പ്രവർത്തകരെ കാണാം. അവിടെ രക്തപതാക എടുത്ത് വീശിക്കൊണ്ട് ആ ബൈക്കുകളിലും ഒപ്പം തന്നെ കാൽനടയായും ആ വാഹനത്തെ അനുഗമിക്കുന്ന നൂറുകണക്കിന് ആളുകളെ അവിടെ കാണാം. അവരുടെ പോരാട്ടവീര്യം അല്ലെങ്കിൽ അവരുടെ സമരവീര്യം, അവരുടെ മനസ്സിനുള്ളിലെ VS എന്ന വീര്യം അതൊന്നും തന്നെ ചോർന്നു പോകുന്നില്ല. ഈ മഴയ്ക്ക് അതിനെ ചോർത്തിയെടുക്കാൻ കഴിയുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്തും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ തൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഈ വാഹനത്തോടൊപ്പം ചേരുന്നത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പാരിപ്പള്ളിയിലേക്കാണ് ഈ അടുത്ത യാത്ര എന്ന് മനസ്സിലാക്കുന്നത്.